അഖിൽ മാറാറിൻ്റെ കാര്യം, പുള്ളി ബലൂചിസ്ഥാൻ്റെ കാര്യമൊക്കെ എടുത്തിട്ട് വിളമ്പുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രൂഫുണ്ടോ മിസ്റ്റർ അഖിൽ മാറാർ? ഇതേ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് പുൽവാമ അറ്റാക്ക് വരെ ഫേക്കാണ് എന്നൊക്കെ, ബാലാക്കോട്ട് അറ്റാക്ക് ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ പ്രൂഫുണ്ടോ? പ്രൂഫില്ലല്ലോ. പ്രൂഫില്ലെങ്കിൽ അവിടെ ചുരുണ്ട് കിടക്കുക, അവിടെ മൂലയിലിരിക്കുക, അത്രേ നമുക്ക് പറ്റുള്ളൂ. കാരണം പ്രൂഫില്ല. അമേരിക്ക കാരണമാണ് ഇന്ത്യ മുട്ടുമടക്കിയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അതിനെന്താ പ്രൂഫ്? അതിനെന്തെങ്കിലും പ്രൂഫുണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ പ്രൂഫില്ലാത്ത ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എത്ര ബുദ്ധിമാനാണേലും നിങ്ങളുടെ ബുദ്ധി കൂടിപ്പോയതുകൊണ്ട് നിങ്ങൾ വന്ന് അത് പറയുമ്പോൾ അത് മണ്ടത്തരമായിട്ടേ തോന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബുദ്ധിമാന്മാരുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മണ്ടന്മാരുണ്ട്. മണ്ടന്മാരുടെ എണ്ണം കൂടുതലാണ് എന്നൊക്കെ ചിലർ പറയാറുണ്ട്, പക്ഷേ അതിലെനിക്ക് വിശ്വാസമില്ല. പക്ഷേ ചില മണ്ടന്മാരുണ്ട്, ഭയങ്കര വിവരവും കാര്യങ്ങളൊക്കെയാണ്. വിവരം കൂടിയിട്ട് മണ്ടത്തരം വിളമ്പുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ ശരിക്കും മണ്ടനാണെങ്കിൽ അവനെ രക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, നാച്ചുറലി മണ്ടൻ എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ അല്ലാതെ ഈ വിവരം കൂടിപ്പോയിട്ട് ഈ മണ്ടത്തരം കാണി, അതായത് ഈ വിനായകൻ, മറ്റേ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് വാസി, വേടൻ, പിന്നെ കുറേ രാഷ്ട്രീയക്കാരുണ്ട്, അത് പേര് പറയണ്ട, പിന്നെ എന്താ പറയുക, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ കുറച്ച് നാൾ മുമ്പേ മറ്റേ BJPയുടെ ഒരു ചില ആൾക്കാർ കാണിച്ച ഒരു ചില പ്രവൃത്തികളൊക്കെ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ്സിലെ ഒരാൾ നടന്നു കഴിഞ്ഞപ്പോൾ അയാളെ മണ്ടെന്ന് വിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഓരോ സ്റ്റേറ്റിലും കുറേ BJPക്കാർ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ അതൊക്കെ വിവരം കൂടിപ്പോയിട്ട് വരുന്ന മണ്ടത്തരങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്ന് നോക്കുമ്പോൾ ഒരു 2 ദിവസമായിട്ട് 3 ദിവസമായിട്ട് ഈ സംഭവം ഇങ്ങനെ കത്തിക്കയറിക്കൊണ്ടിരിക്കുക. ഒരാളിനെ ഇങ്ങനെ എയറിലിട്ട് ഇങ്ങനെ കട എന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ഈ ചപ്പാത്തിയൊക്കെ മറിച്ചിടില്ലേ, അവർ നമ്മളെ മറിച്ചിടും എന്ന് പറയുന്ന പോലത്തെ ഒരു കൺസെപ്റ്റിൽ റിയാസ് സലീമിനെ ആൾക്കാർ ഏറി കയറ്റിയിട്ട് ഇങ്ങനെ അമ്മാനാടുകയായിരുന്നു. ഇതെന്തോടെ ഇത് ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ആടിക്കളിക്കുന്നുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ എന്താ സംഭവം എടുത്തു നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് നമ്മുടെ രാഷ്ട്രത്തിനോട് പുച്ഛം. നമ്മുടെ ചില രാഷ്ട്രീയക്കാരോട് പുച്ഛം തോന്നിയാൽ കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും പിന്നെ പോട്ടെന്ന് വെക്കാം. ഈ ആർമിയെയും മറ്റേ രാഷ്ട്രത്തോട് മൊത്തത്തിൽ ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്നൊക്കെ പറയുന്നത് വിവരം കൂടി പോയിട്ട് മണ്ടത്തരം. ഞാൻ പറഞ്ഞില്ലേ, വി ഡോണ്ട് സപ്പോർട്ട് വാർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സപ്പോർട്ട് വാർ എന്ന് പറയുന്ന സംഭവം അതിപ്പോൾ ആരോട് ചോദിച്ചാലും വാറിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയില്ല. അതിപ്പോൾ സെലൻസ്കിയോട് ചോദിച്ചാലും, പിണറായി വിജയനോട് ചോദിച്ചാലും, അല്ലെ പുടിനോട് ചോദിച്ചാലും, മോഡിജിയോട് ചോദിച്ചാലും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാലും, ആരോട് ചോദിച്ചാലും ആരും പറയില്ല ഇതുപോലെ വാറിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് കടകടകാന്ന് അടിക്കാൻ ഭയങ്കര താല്പര്യമാണ് എന്നൊന്നും ആരും പറയില്ല. അമ്മാരൊരു പറച്ചിലാണ് ഇയാൾ പറഞ്ഞത്, വാറിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ഭയങ്കര വിവരം. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഡയലോഗ്, ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി. പിന്നെ പോസ്റ്റ് എടുത്ത് റിയാക്ട് ചെയ്ത പയ്യന് അവൻ്റെ മെസ്സേജ് അവൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് മെസ്സേജ് ചെയ്യുക, വലിയ കാര്യം ഉണ്ടായിരുന്നു. ഈ കൺട്രി ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോഴേ ഈ രാഷ്ട്രത്തിൽ ഒരുപാട് ടൈപ്പ് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പല വിടുവായും പറയാം, എനിക്ക് ആണുങ്ങളെ ഇഷ്ടമല്ല, ഞാൻ ആണുങ്ങളെ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയാം. പക്ഷേ ആർമിയുടെ കാര്യം വരുമ്പോൾ ദ മെൻ ആൻഡ് വിമൻ എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ മൂന്നാമത്തെ ജെൻഡർ, നാലാമത്തെ ജെൻഡറൊക്കെ ഹു ഈസ് ഫൈറ്റിംഗ് ഫോർ അസ് ഇൻ ദ ഇന്ത്യൻ ആർമി എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞു ഇല്ലല്ലോ അല്ലേ. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. റിയാസ് സലീമിനെ കുറിച്ചാണ്. എന്താ പാടേ ഇത്, ഒരു റിയാസ് ഖാനാണെങ്കിൽ അടിച്ചു കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി കുറേ ആ ഒരു ഡയലോഗിൽ പുള്ളി അങ്ങ് കുറേ കാലം കഴിഞ്ഞ് ഹിറ്റായി. അപ്പോൾ ആണ് ഇതുപോലത്തെ ഈ മണ്ടത്തരങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ വിടുവായി വിടുന്നത്? ആ വിനായകൻ 2 ദിവസം മുമ്പേ എന്തോ അറസ്റ്റൊക്കെ ആവുന്നുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ഷോ. അവിടെ കിടന്ന് ഞാൻ ഇടിച്ച് പൊളിച്ചു കളയുമെന്ന് ഇവരെ പേടിപ്പിക്കുകയാണ്. പക്ഷേ സ്വയം ഇങ്ങനെ നെറ്റി ഇടിച്ചിട്ട് ഞാൻ എൻ്റെ തല അടിച്ച് പൊട്ടിച്ച് ഞാൻ ചത്ത കളയുമെന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. എന്ത് ലഹരി, മറ്റേ സംഭവം ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് അറ്റൻഷൻ സീക്കിങ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ വേറെ ഒരു ഓനമണ്ടത്രം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരെയും കടത്തി വെട്ടിയാനേ, പക്ഷേ അത് ഉടനെ മേക്കപ്പ് ചെയ്തു, ഉടനെ അതിനെ അഡ്ജസ്റ്റ് ചെയ്തു. റിലയൻസ് ഗ്രൂപ്പ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ട്രേഡ് മാർക്ക് മേടിക്കാനായിട്ട് പിടിച്ചെടുക്കാൻ നോക്കി, അതിന് അപ്ലൈ ചെയ്തു. അപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ആൾക്കാർ അമ്മാനാടി. പിന്നെ ഇങ്ങനെ കട എന്താ 2 ദിവസമായില്ല, അപ്പോഴേക്കും നീ ഒരു ആർമി ഓപ്പറേഷനെ എടുത്ത് വിറ്റ് കാശാക്കാൻ നോക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോഴേക്കും റിലയൻസ് ഗ്രൂപ്പ് പറഞ്ഞു, ഇല്ല ഞങ്ങൾ അങ്ങനൊന്നുമല്ല, ഞങ്ങൾ ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല, ഇത് താഴേക്കടയിലുള്ള ഏതോ ഒരു വൃത്തികെട്ട ഒരു എംപ്ലോയി ചെയ്ത ഒരു പരിപാടിയാണ്.
കോപ്പിറൈറ്റ് മറ്റേ അതിൻ്റെ കോപ്പിറൈറ്റ് പേറ്റൻ്റ് എന്ന് പറയുന്ന സംഭവം റിലയൻസ് പോലത്തെ ഒരു കമ്പനിയിൽ അതിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന ആൾക്കാരൊന്നും അറിയാതെ താഴേക്കടയിലുള്ള ഒരു പ്യൂണോ ക്ലാർക്കോ ഒരു ഡോർമാനോ ഒരു ഓഫീസ് ബോയോ പോയിട്ട് ഈ പേറ്റന്റിന് വേണ്ടി അപ്ലൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഭായി 100% ലിറ്ററസി സാർ. അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. എന്താ പാടേ ഇങ്ങനെ എന്തള്ളൂ. പക്ഷേ അത് ഉടനെ ഇങ്ങനെ ഈ ഒരു കാരണം പറഞ്ഞ് ഇത് ഞങ്ങൾ അറിഞ്ഞേയില്ല, അത് ഞങ്ങൾ ഒഴിവാക്കി എന്നുള്ള രീതിയിൽ ഞങ്ങളങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ പിന്നെ ജിയോയുടെ കൂടെ ജിയോ ഹോട്ട്സ്റ്റാറും ഉണ്ടല്ലോ. ജിയോ ഹോട്ട്സ്റ്റാർ പിന്നെ ഫേസ്ബുക്കിൽ എന്തോ മറ്റേ പാർട്ട്ണറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കല്യാണമൊക്കെ നമ്മൾ കണ്ടതാണ് മക്കളുടെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു വ്യക്തി ഇങ്ങനത്തെ മണ്ടത്തരമൊക്കെ കാണിക്കുമ്പോൾ എന്താണ് പറയുക, കൂടെയുള്ള ആരെങ്കിലും പറഞ്ഞായിരിക്കും ഇത് പെട്ടെന്ന് എടുത്ത് സിനിമയാക്കി കഴിഞ്ഞാൽ നല്ലതാണ്, നമ്മുടെ ആൾക്കാർക്ക് ഇത് അങ്ങ് സ്വീക്കുകയും ചെയ്യും, പിന്നെ നമുക്ക് കുറേ കാശും ഉണ്ടാക്കി നമുക്ക് സ്വീക്കുകയും ചെയ്യാം. പക്ഷേ ആൾക്കാരുടെ മെൻറ്റാലിറ്റി അറിയില്ലല്ലോ. പാലിന റാസ്കൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആൾക്കാർ തെറിവിളി. പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ തെറിവിളി നമ്മുടെ അഖിൽ മാരാർ. എന്തോ അവിടെ ഇത് നിൻ്റെ പുള്ളിയുടെ അച്ഛനെയൊക്കെ വിളിക്കുന്നത് ആൾക്കാർ ഓൺലൈനിൽ. ഞാൻ വിചാരിച്ചു ഇയാൾ എന്താ പറഞ്ഞേ. എടുത്തു നോക്കിയപ്പോൾ ഇയാൾ അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല പുള്ളി. പക്ഷേ ടൈമിങ് തെറ്റിപ്പോയി. ഇതൊക്കെ പിന്നെ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സന്ദർഭത്തിൽ വേളയിൽ ഒക്കെ വന്നിട്ട് നിങ്ങൾ മോഡി ജി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ നിങ്ങൾ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിടിച്ച് അകത്തിടുണ്ടായി. ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷൻസിനെയൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ ചോദ്യം ഉത്തരം മറ്റേ ഡെമോക്രസി ഒന്നും ഇല്ല, എനിക്ക് തോന്നുന്നില്ല. പണ്ടത്തെ കാലത്ത് പറ്റുമായിരുന്നു. പണ്ട് മോഡിജി ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ബോർഡറും സെക്യൂരിറ്റിയും ആംസും അമിനേഷനും ആർമിയും നേവിയും ഒക്കെ നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ എങ്ങനെ ഈ ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് കടന്നു കയറുന്നു എന്ന് പുള്ളി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചോദിക്കുന്നവരെയൊക്കെ പിടിച്ച് അകത്തിട്ട് കളയും. പുള്ളി മോശമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, പല പല കാര്യങ്ങളുണ്ട്, പല പല മാറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ അഖിൽ മാരാറിൻ്റെ കാര്യം, പുള്ളി ബലൂചിസ്ഥാൻ്റെ കാര്യമൊക്കെ എടുത്തിട്ട് വിളമ്പുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രൂഫുണ്ടോ മിസ്റ്റർ അഖിൽ മാരാർ? ഇതേ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് പുൽവാമ അറ്റാക്ക് വരെ ഫേക്കാണ് എന്നൊക്കെ, ബാലാക്കോട്ട് അറ്റാക്ക് ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ പ്രൂഫുണ്ടോ? പ്രൂഫില്ലല്ലോ. പ്രൂഫില്ലെങ്കിൽ അവിടെ ചുരുണ്ട് കിടക്കുക, അവിടെ മൂലയിലിരിക്കുക, അത്രേ നമുക്ക് പറ്റുള്ളൂ. കാരണം പ്രൂഫില്ലാതെ വിളവെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് മറ്റേ ബലൂചിസ്ഥാൻ ആർമിക്ക് ഇന്ത്യ കുറേ സപ്പോർട്ട് ചെയ്തു, ഇന്ത്യയാണ് അവിടുത്തെ ടെററിസത്തിന് മെയിൻ കാരണം, പ്രൂഫുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ പറയുന്ന വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ ട്വീറ്റ് കണ്ടിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പിന്നെ ഇന്ത്യയുടെ ആർമി ഓഫീഷ്യൽസൊക്കെ സീസ് ഫയർ ഡിക്ലെയർ ചെയ്തത്. ട്രംപിൻ്റെ ട്വീറ്റ് കണ്ടാണ് ഇത് ഡിക്ലെയർ ചെയ്തത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറയുന്ന ധ്വനിയൊക്കെ മനസ്സിലാവുന്നുണ്ട്, മറ്റേ മങ്കാത്ത മോഡലാണ്, ഇവരും തമ്മിൽ കൂട്ടാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ അതിന് പ്രൂഫില്ല ബായ്, നോ പ്രൂഫ്. ബിനാ പ്രൂഫ് കേക്ക് തും ക്യാ ബാത് കർ രേ ഹോ എന്ന് പറഞ്ഞ് ചോദിച്ചു കളയും. മേ ഹൂ ഉസ്താദ് എന്ന് പറയുന്ന പോലെ അല്ല. അവിടുന്ന് വന്നിട്ട് ബിനാ പ്രൂഫ് കേ പ്രൂഫില്ലാതെ ഇങ്ങനത്തെ വിടുവായൊന്നും വിടരുത്. വിട്ടിട്ടാണ് നിങ്ങളിപ്പോൾ കിടന്ന് ഇങ്ങനെ കിടന്ന് പറഞ്ഞ് ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്. കോൺഗ്രസ് സപ്പോർട്ടേഴ്സ് പിന്നെ ലോകരാഷ്ട്രങ്ങളിൽ വെളി രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ പല കാര്യങ്ങൾ പറയാറുണ്ട്. അതായത് ചില ആൾക്കാർ പറയാറുണ്ട് പുൽവാമ അറ്റാക്ക് ചെയ്തത് തന്നെ BJP ആണ്. പ്രൂഫുണ്ടാ? എന്തിനാ ഇങ്ങനത്തെ തന്തല്ലാഴി എന്നൊക്കെ പറയാം. പ്രൂഫില്ലാതെ പറയുമ്പോൾ ഇതൊക്കെ തന്തല്ലാഴിയാണ്. പക്ഷേ പ്രൂഫോടെ പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാറാണ് കേട്ടോ. പക്ഷെ പ്രൂഫില്ല. ബിനാ പ്രൂഫ് കേ ബാത് നെയ് കറോ ബായ്, ബാത് നെയ് കറോ എന്നാണ്. എന്ത് വെളു എന്നും പറഞ്ഞുകൊണ്ട് അഖിൽ മാരാർ ആൾക്കാർക്ക് ഒരുപാട് റെസ്പെക്റ്റുള്ള ഒരു മനുഷ്യനാണ്. ഈ അടുത്ത് ഇത്രയും ഫേമസ് ആയിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്രയും ആ ഒരു ഫെയിം നിലനിർത്തി. കാരണം പുള്ളിക്ക് ടാലൻ്റ് ഉണ്ട്. ടാലൻ്റ് ഇല്ലാതെ ചുമ്മാ ബിഗ് ബോസ് കാരണം മാത്രം ഫെയിം കിട്ടിയ ഒരാളല്ല. ബിഗ് ബോസ് കാരണം മാത്രം ഫെയിം കിട്ടുകയാണെങ്കിൽ ബിഗ് ബോസ് കഴിയുമ്പോൾ ആ ഫെയിം അങ്ങ് പോകും. പക്ഷേ അഖിൽ മാരാർ അങ്ങനെയല്ല. പുള്ളിക്ക് കഴിവുണ്ട്, വർത്തമാനം പറയാൻ അറിയാം, വള എന്ന് പറഞ്ഞ് പുള്ളി കുറേ കാര്യങ്ങളൊക്കെ അടിച്ചുവിടും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം ഇത് മണ്ടത്തരമായിപ്പോയി. ഇത് പറഞ്ഞ സാഹചര്യം തെറ്റാണ്, പിന്നെ പ്രൂഫില്ല. നിങ്ങളിത് പ്രൂഫോടെ കൂടെ കൊണ്ടുവന്നിട്ട് ഇതാ കണ്ടോ ബലൂചിസ്ഥാനിന് വേണ്ടിയിട്ട് ഇത്ര ഹോംസൊക്കെ അയച്ചിട്ടുണ്ട്, ഇത്ര ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ട് യുദ്ധം ചെയ്യണം,
പാകിസ്ഥാനെ അടിക്കണം, പാകിസ്ഥാനെ ഇല്ലാണ്ടാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അമേരിക്കയുടെ ഇടപെടൽ കാരണം മാത്രം നിങ്ങൾ ഉടനെ ഇങ്ങനെ മുട്ടുമടക്കി ഇങ്ങനെ കീഴടങ്ങുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ശരിയായില്ല. അമേരിക്ക കാരണമാണ് ഇന്ത്യ മുട്ടുമടക്കിയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അതിനെന്താ പ്രൂഫ്? അതിനെന്തെങ്കിലും പ്രൂഫുണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ പ്രൂഫില്ലാത്ത ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എത്ര ബുദ്ധിമാനാണേലും നിങ്ങളുടെ ബുദ്ധി കൂടിപ്പോയതുകൊണ്ട് നിങ്ങൾ വന്ന് അത് പറയുമ്പോൾ അത് മണ്ടത്തരമായിട്ടേ തോന്നുള്ളൂ. കാരണം യു ഡോണ്ട് ഹാവ് എനി പ്രൂഫ്. വാട്ട് യു ആർ ടോക്കിംഗ് ഈസ് ആബ്സല്യൂട്ട്ലി ബേസ്ലെസ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതാണ് ആൾക്കാർ എടുത്തിട്ടിങ്ങനെ എയറിലിട്ടിങ്ങനെ കട്ട എന്ന് പറഞ്ഞ് വേറെ ഒരു ആക്ട്രസും കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എന്തുവാ മറഡോണയ എന്തോ ഒരു പേര് കറക്റ്റ് ഓർമ്മയില്ല. പുള്ളിക്കാരിയും എനിക്ക് വാർ ഇവിടെ നമ്മൾ 10 പേരെ കൊന്നാൽ അവിടെ പോയി 10 പേരെ കൊന്നാൽ അത് ശരിയാവുമോ അത് ശരിയാവണോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ അറ്റാക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി പാകിസ്ഥാനിലെ ഒരു ചില സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് ഇന്ത്യൻ ആർമി അറ്റാക്ക് ചെയ്തു. അതിനു മുമ്പേ അവർ ഇന്ത്യയിൽ വന്ന് പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ ആൾക്കാരെ ഇന്നസെൻറ്റ് പാവപ്പെട്ട സാധാരണക്കാരെ അവർ കൊന്ന് തള്ളിയിട്ട് പോയി. അതിൽ ആരെങ്കിലും പിടിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അഖിൽമാരാർ ചോദിക്കുന്നത്. അവരെ പിടിക്കാൻ പറ്റിയില്ലല്ലോ, അവർ പോയല്ലോ. അവർ പോയി കഴിയുമ്പോൾ അവരെ എന്താ പിടിക്കാത്തത്, അവരെ ആരാ പിടിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഒരു 3-4 ആൾക്കാരെ പിടിക്കുന്നത് ഈ ലോകത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ ലോകം ഇങ്ങനെ പറന്ന് ഇങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരാളെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഫോണൊന്നും യൂസ് ചെയ്യില്ല, അവർ ടെററിസ്റ്റാണ്. അവർ മറ്റേ സാധാരണ ഈ വീട്ടിൽ നിന്നൊക്കെ ഒളിച്ചോടി പോകുന്ന പോലത്തെ ആൾക്കാരൊന്നല്ല ആ 4 ആൾക്കാരെ. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കൊച്ചു ക്രിമിനൽസ് ഉണ്ടല്ലോ, ഒരുത്തനെ കുത്തുന്നു മലത്തുന്നു, വേറെ ഒരുത്തനായിട്ട് ഫോൺ കോൺടാക്റ്റ് വരുന്നു. ഈ ഫോണും കാര്യങ്ങളൊക്കെ വെച്ചാണല്ലോ ഈ പിടിക്കുന്നത്. പിന്നെ DNA RNA MDMA എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു ഫ്ലോവിന് അടിച്ചു വിട്ടത് കേട്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ റിയാസ് സലീം, ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി, ഈ നമ്മുടെ അഖിൽമാരാർ ഇങ്ങനെ ബലൂചിസ്ഥാനും പിന്നെ രാഷ്ട്രത്തിൻ്റെ പേര് കളഞ്ഞു, വില കളഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ധ്വനിയും പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടെങ്കിൽ അന്നേരം വന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ ആൾക്കാർ അംഗീകരിച്ചേനെ. നിങ്ങൾ ചെയ്തതും ഒരു മണ്ടത്തരമാണ്. പിന്നെ റിലയൻസ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ട്രേഡ് മാർക്ക്, ഓ ബ്രില്യൻറ്റ് ഐഡിയ, ഓ മാൻ ഗ്രേറ്റ്, ഓ യു ആർ സോ അമേസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ റാസ്കൽസ് എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഓ ഒരു കുറവും ഇല്ലെന്നുള്ളതാണ്, ഒരു കുറവുമില്ല.